Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലറിൻഡു, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാനുള്ളത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നോട്ട്സിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ടെലഗ്രാം ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പം ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ടോപ്പേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിലും ആരുണ്ട് ടോപ്പേഴ്സ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചില്ല, അസൈൻമെൻറ്റ്സ് എഴുതി വെച്ചാലും എഴുതി വെച്ചിട്ടില്ല, ഞാൻ ഇപ്പം ഒന്നും വെക്കില്ല, ഞാൻ നാളെ വെക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് ടോപ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ലേ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ടോപ്പേഴ്സ് എങ്ങനെ പഠിക്കുന്നു, അങ്ങനെ നമ്മൾ കുറേ കുട്ടികളോടൊക്കെ സംസാരിച്ച് അവരെങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഡെയിലി അവരുടെ എന്താ പറയുക സ്കെഡ്യൂൾ എങ്ങനെയാണ്, എത്ര സമയം അവർ പഠിക്കുന്നുണ്ട്, എത്ര സമയം അവർ ഉഴപ്പുന്നുണ്ട്, എത്ര സമയം അവർ ഫ്രീ ടൈം എടുക്കുന്നുണ്ട്, എത്ര സമയമാണ് അവർ ഫുഡ് കഴിക്കാൻ എടുക്കുന്നത്, എത്ര സമയമാണ് അവർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാനിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ എത്ര സമയത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ +1 +2 ക്ലാസ്സുകൾക്കൊക്കെ എന്ത് ചെയ്യണം, യെസ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഒരു ടീം നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുവാണ്. ഓക്കെ, യെസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. യെസ്, നമ്മൾ ബോർഡ് എക്സാം ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, യെസ്, സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ്, എങ്ങനെയാണ്, എത്രത്തോളം പഠിക്കാനുണ്ട്, കൃത്യമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ സിലബസ് വെച്ചിട്ട് നിങ്ങൾ ഓക്കെ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നില്ല, എനിക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്കാണ് വേണ്ടത്, ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഇതല്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സയൻസ് സ്ട്രീമാണ് എടുത്തെങ്കിൽ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, സോ എനിക്ക് എന്താണോ എൻ്റെ സിലബസ്, എനിക്ക് മാർക്ക് മാത്രം മതി, അങ്ങനെ ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ NCERT എടുക്കുക. NCERT വെള്ളം പോലെ പഠിക്കുക, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും, ഡാം ഷുവർ. ഓക്കെ, NCERT വൃത്തിക്ക് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് മാർക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഓക്കെ, വൃത്തിക്ക് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഉടായ്പൊക്കെ കളിച്ച് എങ്ങനെയൊക്കെയോ പാസ്സാവാം, അല്ലെങ്കിൽ ഉടായ്പൊക്കെ കളിച്ച് NCERT എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് പഠിച്ചവരല്ല, നല്ല രീതിക്ക് NCERT വൃത്തിക്ക് പഠിച്ചിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും എക്സസൈസും ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ഈസി ആയിരിക്കും നമ്മുടെ ബോർഡ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അത് ബോർഡ് എക്സാം മാത്രമല്ല, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സിലബസും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഈ സിലബസ് നമ്മൾ അറിയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്റർ കിട്ടിയാൽ ഞാൻ എങ്ങനെ തുടങ്ങണം, എവിടെയാണ് ഞാൻ തുടങ്ങേണ്ടത്, എവിടെയാണ് ഞാൻ നിർത്തേണ്ടത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും. ഇനി അടുത്ത കാര്യം, NCERT നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NCERTയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, എന്താണ് നിങ്ങൾ എന്ത് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നത്, ബോർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി NCERT, ഇനി ബോർഡ്സ് അല്ല കോമ്പറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അഡീഷണൽ ബുക്സ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യണം. അതിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഓരോ എക്സാംസിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ആൻഡ് ദെൻ യെസ്, സ്ട്രോങ് ഫൗണ്ടേഷൻ. ഓക്കെ, അതില്ലാതെ മുന്നോട്ട് നിങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. ഓക്കെ, അത് ക്ലാസ് റൂമിലാണെങ്കിൽ ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ വേറൊരു പേര് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഐ ഡി എന്നല്ല പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേറൊരു പേര് ഇട്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ പേര് പുറത്ത് വരുന്നതിനുള്ള വിഷമമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മളെല്ലാവരും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമ്മൾ മാത്രമല്ല, നിങ്ങളുടെ ടീച്ചേഴ്സാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട്, മണ്ടത്തരമാണെങ്കിൽ മണ്ടത്തരാവട്ടെ, ജസ്റ്റ് ചോദിച്ചു നോക്ക്. നല്ലൊരു സംശയമാണെന്നുണ്ടെങ്കിലോ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ NCERTയിൽ കൃത്യമായിട്ട് NCERT നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസ് ലെവൽ എന്ന് പറയുന്ന പോലെ തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആരും എന്താ പറയുക, NCERT പൂർണ്ണമായിട്ട് വായിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് NCERT വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ വരികയും ചെയ്യും, ആ ബേസ് പതുക്കെ പതുക്കെ ബിൽഡ് ആവുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു ബേസ് ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്യാവശ്യം നല്ലൊരു കൗണ്ട് നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബേസ് എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ഒരു ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി എന്താണ് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊരു സെഷൻ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്തത് റെഗുലർലി സോൾവ് ആൻഡ് അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ പറയുക,
നമുക്കൊരു എന്താ പറയുക, ഒന്നും അറിയത്തില്ല. നമ്മൾ ഇത്രയും നാൾ നമ്മൾ SSLC എക്സാം എഴുതി കഴിഞ്ഞു, അങ്ങനെ കുഞ്ഞു കുഞ്ഞു എക്സാം എഴുതിയത്. +1 +2 വരുമ്പോഴത്തേനും സിലബസ് വളരെ വലുതാണ്. എങ്ങനെ എക്സാം എഴുതേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് ധാരണ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യണം. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു എക്സാംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇത്രത്തോളമാണ് എഴുതേണ്ടത്, ഈ പോയിന്റുകളാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഒഫീഷ്യൽ നമ്മുടെ എന്താ പറയുക ഒരുപാട് വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് ഏതൊക്കെ പോയിന്റ് ആണ് ഓരോ എക്സാം കഴിയുമ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കീ വരും. ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതേണ്ടത്, ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വരും. സോ ഓരോ എക്സാംസിൻ്റെയും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ ആൻസർ കീ എടുക്കുക. നിങ്ങൾ ആദ്യം ആ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ തന്നെ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഡിസംബർ കഴിയുമ്പോഴാണ് നമ്മുടെ പോർഷൻസ് എല്ലാം കഴിയുക. അന്നേരം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ ബേസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ റെസ്യൂം ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് നോക്കുക. നമ്മളിവിടെ എല്ലാവരും എന്താ പറയുക ഒഫീഷ്യൽ ആൻസർ കീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നത്. സോ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. ഇനി ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എക്സാം പാറ്റേണും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കഴിഞ്ഞ വർഷങ്ങളൊക്കെ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, കുറച്ച് വർഷത്തെ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. 10 വർഷത്തെ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, യെസ്. ദെൻ ക്വസ്റ്റ്യൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അത് അവസാനത്തെ എന്താ പറയുക ഫൈനൽ റിവിഷനിലല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട് മക്കളെ, പറയുവാണ്, ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. കുറച്ച് കഴിഞ്ഞ സമയമില്ല, ഉറപ്പാണ്. കാരണം നമ്മൾ ഒരുമാതിരി ഓട്ടത്തിലായിരിക്കും. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഓരോന്ന് പഠിക്കുമ്പോഴും വൃത്തിക്ക് നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സമയമുണ്ടല്ലോ, അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക, കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അവസാനം നമുക്ക് തന്നെ NCERT വായിക്കുന്നത് നമ്മുടെ നോട്ട്സ് വായിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. നമ്മുടെ PDF-കളെല്ലാം, അതായത് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന എല്ലാ PDF നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ആ ടെലഗ്രാമിൽ നോട്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് നമ്മൾ എല്ലായിടത്തും മെൻഷൻ ചെയ്യുന്നത്. ഒരിക്കലും ഒരു വലിയൊരു കഥ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. സോ അത്തരം നോട്ട്സ് ഒക്കെ നിങ്ങൾ കണ്ട് നാച്ചുറലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഈ നോട്ട്സ് ഇടുക. അത് ഫൈനൽ റിവിഷനിലല്ല, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട്സ് നിങ്ങൾക്ക് ഏത് എക്സാമിന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട്സ്, ആ ഷോർട്ട് നോട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അതാണ്, ഇത് മനസ്സിലായി, ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് തലയിൽ നമ്മൾ ബ്രെയിനിനോട് പറയുക, വീണ്ടും പറയുക, ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്, തന്നെയാട്ടോ ഞാൻ പറയുന്നത്, അത് ബ്രെയിനിൽ കുറച്ചുകൂടെ സെറ്റായിട്ടിരിക്കും. ഓക്കെ, അതുപോലെ കണ്ടിന്യൂസ് റിവിഷൻ. ഓക്കെ, ഫിസിക്സ് ഇപ്പം ഒരാഴ്ച ക്ലാസ്സില്ല, മിസ് ലീവാ എന്ന് കരുതി ഞാൻ ഒരാഴ്ച കംപ്ലീറ്റ് ഫിസിക്സ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ച നിങ്ങൾ തുടങ്ങുമ്പോൾ മിസ് വരുമ്പോൾ നിങ്ങൾക്കും ഒരു നിശ്ചയം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആ ഒരു ട്രാക്ക് വിട്ടു. ഓക്കെ, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സബ്ജക്റ്റും, എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തിരിക്കണം. ഒരു എന്താ പറയുക അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറോ ഡെയിലി നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, യെസ്. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ NCERT ആണ് നമ്മുടെ ബോർഡ് എക്സാം ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രൈം ബോർഡ് എന്നല്ല കോമ്പറ്റീറ്റീവ് ആണെന്നുണ്ടെങ്കിലും NCERT ആണ് നമ്മുടെ പ്രൈം റെഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അഡീഷണൽ ബുക്സ് ഒക്കെ സെക്കൻഡറി ആണ്. NCERTക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. ഇനി അടുത്തത് സപ്ലിമെന്ററി റെഫറൻസ് ബുക്സ് ക്യാൻ പ്രൊവൈഡ്. അപ്പമാണ് ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് എന്താ പറയുക ഈ പറയുന്ന ബുക്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ബുക്സ് ഉണ്ടായിരിക്കും. സൂക്ഷിച്ച് കണ്ട് മാത്രം ബുക്ക് എടുക്കാം. ഒന്നാമത്തത്, നിങ്ങൾക്ക് NCERT കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടോ? ഓക്കെ, ചുമ്മാ നിങ്ങൾ പൈസ കളയേണ്ടതുണ്ടോ? അതൊന്നും ആദ്യമായിട്ട് ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ബുക്കുകൾ കൊണ്ടുള്ള ഗുണം, എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഞാൻ ഈ ഒരു ബുക്ക് മേടിച്ചു, എനിക്കിതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ്? ഞാൻ പഠിക്കുന്ന അതേ ട്രാക്കിൽ എനിക്കിത് പോകാൻ പറ്റുമോ? അതാണ് രണ്ടാമത് ചിന്തിക്കേണ്ടത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബുക്സ്, അഡീഷണൽ ബുക്സ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ ആൻസർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ ഈ ഒരു ഇതിന് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെ കുറേ ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പം വളഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ അടുത്ത് കുറച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതുതായിട്ടൊന്നും ഇടുന്നില്ല, ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇടുന്നുള്ളൂ. സോ കൃത്യമായിട്ട് നമുക്കറിയാം ഓക്കെ ഇത് അങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിങ്ങനെ വളഞ്ഞ വഴിക്ക് വന്നു കഴിഞ്ഞാലും എനിക്കറിയാം, കാരണം ഞാനിത് വേറൊരു ബുക്കിൽ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സെയിം ആൻസറാ, കൺഫ്യൂഷൻ ഉണ്ടാക്കും നമുക്ക്, പക്ഷെ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. സോ അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അഡീഷണൽ ബുക്സ് നമ്മൾ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ
സെയിം ആൻസർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ അല്ലേ? യെസ്. ചൂസ് റെഫറൻസ് ബുക്സ് ദാറ്റ് അലൈൻ വിത്ത് ദ കണ്ടന്റ് കവേർഡ് ഇൻ NCERT ബുക്സ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ബോർഡ് എക്സാം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനാണെങ്കിലും എന്താ പറയുക, +2 എക്സാമിനാണെങ്കിലും ഒരുപാട് കുട്ടികൾ പറഞ്ഞൊരു കമൻറ്റാണ് എഴുതാൻ സമയം കിട്ടിയില്ല. എഴുതാൻ സമയം കിട്ടാത്തത് ഒരിക്കലും നിങ്ങൾക്ക് ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി എന്താ പറയുക, കൃത്യമായിട്ട് എന്താ പറയുക പരിചയമുള്ള ആൾക്കാരാണ് ഇടുന്നത്. സോ അവിടെ പ്രശ്നം വരുന്ന ആരാണ്? നമുക്ക് സ്പീഡില്ല. കാരണം എന്താ, നമ്മൾ എഴുതി ശീലിക്കുന്നില്ല. നമ്മളെല്ലാവരും വായുവിൽ പഠിക്കുന്ന ആൾക്കാരല്ലേ, ബുക്ക് നോക്കി വായിച്ചു കഴിഞ്ഞു. യെസ്, അങ്ങനെയല്ല. എക്സാം കൃത്യമായിട്ട് ഒരു എന്താ പറയുക 1, 2, 3 എക്സാംസ് നിങ്ങൾ ഈ ടൈം വെച്ചിട്ട് തന്നെ ഒന്ന് എഴുതി നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ ഒരു ഡിഫറൻസ്. എത്രത്തോളം സമയമാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യന് ഞാൻ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം. സോ ആ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾ അതിന് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യാതെ പറ്റുമോ? ഇല്ല. സോ അത് എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ബിഗിനിങ്ങിൽ നമുക്ക് പറ്റുകയില്ല. കാരണം എന്താ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടില്ല. നമ്മൾ 1, 2, 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് അത് പറ്റത്തില്ല. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ 2 മാർക്ക് ആണെങ്കിൽ 2 മാർക്ക് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 മാർക്കിന് നിങ്ങൾ എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഓക്കെ, പറഞ്ഞല്ലോ ഈ സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം, ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമയമുള്ളത്. ഓക്കെ, ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി അഫ്കോഴ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് നമ്മളും ടീച്ചേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലും ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ചോദിച്ചാൽ മാത്രമാണ് അവർക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന്. ഓക്കെ, അലോക്കേറ്റ് ടൈം ഫോർ ഈച്ച് സെക്ഷൻ ഓർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് മാർക്ക് വെയിറ്റേജ്. അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ക്ലാസ്സസ് കാണുവാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കിനും പറയും, ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ് എന്നുള്ള നമ്മൾ കൃത്യമായിട്ട് പറയും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ചോദ്യം വരും, ഇത് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ത്രൂ നിങ്ങൾ പഠിക്കാം. അതല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ ബേസ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. അങ്ങനെ ഒരുപാട് എന്താ പറയുക സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചാപ്റ്ററിൽ നിന്ന് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ടോപ്പിക്കിന് കൂടുതൽ ടൈം കൊടുക്കുക. ആ ടോപ്പിക്കിന് അതിൽ നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് പ്രയോറിറ്റൈസിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഡിഫിക്കൽട്ടി ലെവൽ. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം, അതായത് ഇപ്പം ഈ ഒരു സബ്ജക്റ്റിൽ എനിക്ക് ഇത്രത്തോളം നോളജ് ആണ് ഉള്ളത്. സോ ഓരോന്നും പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഓരോ കോണ്ടന്റും നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ടാക്കിൾ ഈസിയർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടു ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് അലോക്കേറ്റ് സഫിഷ്യൻറ്റ് ടൈം ഫോർ ചാലഞ്ചിങ് വൺസ്. അതായത് ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഒരു റൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഈസി ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്നത്. കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോവുക. ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഇച്ചിരി കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ ചെയ്യാനായിട്ട് നോക്കുക. യൂസ് ക്ലിയർ ഹെഡ്ലൈൻസ്, ബുള്ളറ്റ് പോയിന്റ്സ്, പാരഗ്രാഫ്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ഷീറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഒരു പരിധി വരെ എല്ലാ കുട്ടികളുടെയും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പോയിന്റ് ബൈ പോയിന്റ്, അത് സബ്ജക്റ്റ് അനുസരിച്ചിട്ട് കേട്ടോ, പോയിന്റ് ബൈ പോയിന്റ് ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ എന്താ പറയുക, നോക്കുന്ന ടീച്ചേഴ്സിന് ഇംപ്രസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, എത്രത്തോളം കോൺഫിഡൻസ് റിഫ്ലക്ട് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നല്ലേ നിങ്ങളുടെ ആൻസർ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ മനസ്സിലാവും. സോ നിങ്ങളിങ്ങനെ എന്താ പറയുക കൃത്യമായിട്ട് എന്താ പറയുക ഒരു പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് എഴുതുന്നു. അതുപോലെ കൃത്യമായിട്ടുള്ള പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇത് ടീച്ചേഴ്സിലോട്ട് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുമ്മാ വാരി വലിച്ച് അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിനേക്കാളും പോയിന്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടൊന്ന് എഴുതി നോക്കുക. കൃത്യമായിട്ട് പാരഗ്രാഫ് തിരിച്ച് എഴുതി നോക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. കണ്ടന്റ് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഇനി ബീയിങ് കൺസൈസ് ആൻഡ് അവോയ്ഡിങ് അൺനെസസറി ഇലാബറേഷൻസ്. ചുമ്മാ ആവശ്യമില്ലാത്ത കഥകൾ ഇങ്ങനെ, ചിലർക്ക് ഇപ്പോഴും ഒരു ധാരണയുണ്ട് ഫിസിക്സിലൊക്കെ ഒരുപാട് അങ്ങ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്നു. ഒരു കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് മാർക്ക് തരത്തുള്ളൂ. അഡീഷണലി നിങ്ങൾ 2-3 പേജ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ മാർക്ക് തരാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു അര മാർക്ക് തരുമായിരിക്കും. നീ എന്തായാലും ഇത്ര എഫേർട്ട് എഴുതി, ഇത്രയും എന്താ പറയുക ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ ഒരു ഹാഫ് മാർക്ക് കിട്ടുമായിരിക്കും. അത് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ ഹാഫ് മാർക്കും കിട്ടുക essay ക്വസ്റ്റ്യൻ വലുതിനായിരിക്കും, അല്ലാതെ ബാക്കി ക്വസ്റ്റ്യൻസിനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കഥ എഴുതാതെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഈ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്റ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. ലാംഗ്വേജിന് നിങ്ങൾ അങ്ങനെ എഴുതാതിരിക്കുക.
ഇരിക്കരുത്. അത്യാവശ്യം നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതണം നിങ്ങൾ. കാരണം ആ ഒരു ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. അത് ഒരിക്കലും നമ്മുടെ ഫിസിക്സോ കെമിസ്ട്രിയോ ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി allocate time to review the answers, check errors, make necessary revisions. കാരണം നമുക്കറിയാം നമ്മളൊരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തെഴുതി ഏതെങ്കിലും വാല്യൂവിൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പ്രത്യേകിച്ച് വലിയ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എക്സാമിന് നിങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത്, ഇത് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് പറയുന്നത്. സോ ഈ എക്സാമിന് നിങ്ങൾ കയറുന്ന സമയത്ത് കൃത്യമായിട്ട് ഒന്ന് നോക്കി വയ്ക്കുക. അതായത് ഇത്രയും സമയം വരെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇത്രയും സമയം എനിക്ക് ആൻസേഴ്സ് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ എനിക്കത് വായിക്കാനായിട്ട് കിട്ടും. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിച്ചിരിക്കണം മക്കളെ. കാരണം നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങോട്ടോ മാറിപ്പോയതിൻ്റെ പേരിൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നതാണ്. സഹതാപം തോന്നിപ്പോകും നമുക്ക് ചില സമയത്ത്. പക്ഷേ കെയർലെസ്നെസ് കാണുമ്പം നമുക്ക് നല്ല ദേഷ്യം വരും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റ് ഒരു റൗണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. അതിനുള്ള സമയം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് വേഗം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്ത മലയാളം ചാനൽ. ബൈ ബൈ.